നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. നടുവിലിടം എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് വാട്സപ്പിലൂടെ എനിക്ക് കിട്ടിയതാണ്. മുക്കാൽ ചക്രത്തിന് ഭാരതത്തെ അപമാനിച്ചവൾ, അതിൻ്റെ യഥാർത്ഥ കാരണവും. ഭാരതത്തെ അപമാനിച്ച സ്ത്രീയെ കുറിച്ചിട്ടാണ് അബുദാബിയിൽ വെച്ച്. ഞാനത് വായിക്കാം. അബുദാബിയിലെ എംബസിയിൽ ഇ അഹമ്മദിന്റെ പേരിലുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ച് ഭാഷാ സിംഗിന്റെ ഇന്ത്യ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ഒരുപാട് പേർ അവരെ വിമർശിച്ചിട്ട് പോസ്റ്റ് ഇട്ടത് കണ്ടു. എന്തിനാണ് അവർ ഇങ്ങനെയെല്ലാം പറയുന്നത്? ആദ്യമായിട്ടാണോ അവരിങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം അറിഞ്ഞിട്ടാണോ സംഘാടക സമിതി അവരെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത്? മാക്സസെ അവാർഡ് കിട്ടിയ ബെസ്വാഡ വിൽസൺ, അദ്ദേഹത്തിനെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. ഈ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫാണ്. മാക്സസെ അവാർഡ് കിട്ടിയ ബെസ്വാഡ വിൽസൺ എന്ന വ്യക്തിയെക്കുറിച്ച്. ബെസ്വാഡ വിൽസണിനെ പറ്റി ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഭാഷാ സിംഗ് ബെസ്വാഡ വിൽസണും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ്. ആ സംഘടനയുടെ പേരാണ് സഫായി കർമ്മചാരി ആന്തോളൻ, SKA. സഫായി കർമ്മചാരി ആന്തോളൻ എന്നുള്ളത് എന്താണെന്നത് അടുത്ത വരിയിൽ മനസ്സിലാവും. ബെസ്വാഡ വിൽസന്റെ ജീവചരിത്രമൊക്കെ വായിച്ചാൽ കണ്ണ് നിറയും. ബെസ്വാഡ എന്ന് വെച്ചാൽ വിജയവാഡ എന്നുള്ളതിന് വേറൊരു പേരാണ് ബെസ്വാഡ. ബ്ലെയ്സ് വാഡ എന്നുള്ളതിൽ നിന്നാണ് ബെസ്വാഡ ഉണ്ടായത്. ഏതായാലും ആയിക്കോട്ടെ. ബെസ്വാഡ വിൽസന്റെ ജീവചരിത്രം വായിച്ചാൽ കണ്ണ് നിറയും. അച്ഛന്റെ പേര് ബെസ്വാഡ യാക്കോബ്, അമ്മയുടെ പേര് ബെസ്വാഡ റീച്ചല്. അച്ഛനും അമ്മയും ദളിതരായിരുന്നു എന്നും മാനുവൽ സ്കാവഞ്ചിങ് ആയിരുന്നു അത്രേ അവരുടെ ജോലി. മാനുവൽ സ്കാവഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിലെ സാധനങ്ങൾ കൈകൊണ്ട് പാത്രത്തിലെടുത്ത് വണ്ടിയിൽ കൊണ്ടുപോകുന്നവർ. പണ്ടത്തെ കാലത്ത് മലയാളത്തിൽ പാട്ടക്കാരൻ, തീട്ടംകോരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ജോലിയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഇതൊന്നും മകനെ അറിയിക്കാതെ ബെസ്വാഡ യാക്കോബും ബെസ്വാഡ റീച്ചലും മകനെ വളർത്തി. വലുതായപ്പോൾ മകൻ അച്ഛൻ്റെയും അമ്മയുടെയും ജോലി ഇതാണെന്ന്, തോട്ടിപ്പണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ആദ്യം നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യാനാണ് ബെസ്വാഡ വിൽസൺ ശ്രമിച്ചത്. പിന്നീട് ഇന്ത്യയിൽ മാനുവൽ സ്കാവഞ്ചിങ് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി. തോട്ടിപ്പണി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ മുഴുകി. അതിനായി സഫായി കർമ്മചാരി ആന്തോളൻ എന്ന സംഘടനയുണ്ടാക്കി. ഇതേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ മക്കളെ പഠിപ്പിച്ച് അങ്ങനെ പോകുന്നു കരളലിയിക്കുന്ന ബെസ്വാഡ വിൽസന്റെ ചരിത്രം. സ്തുത്യർഹമായ ഈ പ്രവർത്തനത്തിന് മാക്സസെ അവാർഡ് കിട്ടി. കൂടെ ഈ അവാർഡ് തമിഴ്നാട്ടിലെ കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്കും കിട്ടി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. താഴ്ന്ന ജാതിയിൽ പിറന്ന തോട്ടിപ്പണി ചെയ്തിരുന്ന ബെസ്വാഡ യാക്കോബും ബെസ്വാഡ റീച്ചലും മതം മാറി ക്രിസ്ത്യാനിയായി. എന്നിട്ടും ജാതിയിൽ ദളിതരും തോട്ടപ്പണിക്കാരനായി തുടരുകയും ചെയ്തു. അപ്പോൾ മതം മാറി ക്രിസ്ത്യനായതുകൊണ്ട് ഒരു ഗുണവും അവർക്ക് കിട്ടിയില്ല. ഹിന്ദുക്കളിലെ ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ നിന്ന് മലം വാരുന്നത് പള്ളിയിലച്ഛന്മാരുടെ വീട്ടിലേക്ക് തോട്ടിപ്പണി മാറി എന്നത് മാത്രമാണ് മതം മാറിയതുകൊണ്ട് കിട്ടിയ ഗുണം. ഇനി അടുത്ത വിഷയം. ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ബെസ്വാഡ വിൽസന് എവിടെ നിന്നാണ് പണം കിട്ടിയത്? ഒരു ജോലിയും എടുക്കാതെ 5 സ്റ്റാർ ആക്ടിവിസ്റ്റായി ജീവിക്കാൻ ബെസ്വാഡ വിൽസണ് പിന്നീട് സാധിച്ചു. അതിന് പണം കൊടുത്തത് ആര്? ഉത്തരം ഞാൻ തന്നെ പറയാം. അശോക ഫൗണ്ടേഷനാണ് ഇയാൾക്ക് പൈസ കൊടുത്തത്. ഇയാളുടെ കൂട്ടത്തിലാണ് ഭാഷാ സിംഗ് പ്രവർത്തിക്കുന്നത്. പേര് കേട്ടിട്ട്, അശോക ഫൗണ്ടേഷൻ എന്ന പേര് കേട്ടിട്ട് ഇന്ത്യക്കാരുടെ ആണെന്നോ ഹിന്ദുവാണെന്നോ ഹിന്ദുക്കളുടേതാണെന്നോ ഭാരതീയ സംസ്കാരമുള്ളവരുടേതാണെന്നോ തെറ്റിദ്ധരിക്കേണ്ട. അതിനാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. സംഗതി വെർജീനിയ, അമേരിക്കയിലെ വെർജീനിയയിൽ നിന്നുള്ള ഫോറിൻ ഫണ്ടിംഗ് ആണ് ഈ വ്യക്തിക്ക് ബെസ്വാഡ വിൽസണ് കിട്ടിയിരുന്നത്. ആ സംഘടനയുടെ ശരിക്കു പേരും പ്രവർത്തകരും ആ വെർജീനിയ US-ലെ അശോക ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ ആളുടെ പേര് ബിൽ ഡ്രെയ്റ്റൺ, പ്രസിഡന്റിന്റെ പേര്
ഡയാന വെൽസ്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ പേര് ആഡം ബോർസ്റ്റീൻ. അശോക ഫൗണ്ടേഷൻ എന്ന പേരൊക്കെ ഹിന്ദുക്കളെ പറ്റിക്കാൻ മാത്രമായിട്ടിട്ടതാണ്, ഇന്ത്യയിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് പൈസ എത്തിക്കാൻ. ഇനി ഈ സംരംഭത്തിന് ബസ്വാഡ വിൽസന്റെ കൂടെയുള്ളവരെ ഒന്ന് പരിചയപ്പെടാം. പ്രധാനപ്പെട്ട 2 പേര്: പോൾ ദിവാകർ, 2 SR ശങ്കരൻ. പോൾ ദിവാകർ ആരായിരുന്നു? സൺ ഓഫ് റൈറ്റ് റെവറൻഡ് ഫാദർ ഡോക്ടർ ND അനന്തറാവു സാമുവലിൻ്റെതായിരുന്നു, എ ബിഷപ്പ് ആൻഡ് എ മോഡറേറ്റർ ഓഫ് ചർച്ച് ഓഫ് സൗത്ത് ഓഫ് ഇന്ത്യ. അതായത് ഡോക്ടർ ND അനന്തറാവു സാമുവൽ എന്ന പള്ളിയിൽ അച്ഛൻ്റെ, റൈറ്റ് റെവറൻഡ് ഫാദറിന്റെ മകനാണ് പോൾ ദിവാകർ. റൂട്ട് മനസ്സിലായല്ലോ. പോൾ ദിവാകർ എന്നയാള് അതായത് ക്രിസ്ത്യൻ ആണെങ്കിലും ഒരു റാവുവിന്റെ മകനാണെന്ന് പ്രൊജക്ട് ചെയ്യാൻ സാധിച്ചു. NCDHR, നാഷണൽ ക്യാമ്പയിൻ ഫോർ ദളിത് ഹ്യൂമൻ റൈറ്റ്സിന്റെ തലവനാണ് പോൾ ദിവാകർ. നാഷണൽ ക്യാമ്പയിൻ ഫോർ ദളിത് ഹ്യൂമൻ റൈറ്റ്സിന്റെ തലവനാണ് പോൾ ദിവാകർ. ദളിത് ബഹുജൻ ശ്രമിക് യൂണിയന്റെയും തലവനാണ്. ദളിത് ബഹുജൻ ശ്രമിക് യൂണിയന്റെ തലവനാണ്. SR ശങ്കരൻ IAS കാരനാണ്, മുൻ ത്രിപുര ചീഫ് സെക്രട്ടറി ആണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു. രഹസ്യമായി മാവോയിസ്റ്റ് സിംപതൈസർ കൂടിയാണ്. എന്തിനാണ് ഭാഷാ സിംഗ്, ബസ്വാഡ വിൽസൺ, പോൾ ദിവാകർ, അശോക ഫൗണ്ടേഷൻ, CSI ചർച്ച് എന്നിവരെല്ലാം ഈ കളിയെല്ലാം കളിക്കുന്നത്? CSI ചർച്ച് ഇതിന്റെ പുറകിലുണ്ട്. ഉത്തരം ഒന്നേ ഉള്ളൂ. ഇന്ത്യയിൽ ദളിതരിൽ വലിയൊരു വിഭാഗമുണ്ട്, ശുചീകരണ ജോലി ജാതിയായി സ്വീകരിച്ചവര്. ഏതാണ്ട് ദളിതരുടെ ജനസംഖ്യയിൽ 15% ഉത്തരേന്ത്യയിൽ 15% വരും ഈ സ്കാവഞ്ചിങ് പ്രവൃത്തി നടത്തുന്നവര്. ഉത്തരേന്ത്യയിൽ വാൽമീകി സമുദായമെന്നും തമിഴ്നാട്ടിൽ ചക്ലിയന്മാർ ആയും ഒരു സമുദായം. അവരെ ജോഷുവ ക്രിസ്ത്യൻ പ്രോജക്റ്റിന്റെ ഭാഗമായി ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റണം. അവർ ചെയ്യുന്ന തൊഴിലിനോടുള്ള, തോട്ടിപ്പണിയോടുള്ള അപകർഷതാ ബോധത്തിൽ അവരെ മതം മാറ്റണം. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ്. അതിനുള്ള ഇന്റലക്ച്വൽ ബ്രെയിൻ വാഷിംഗ് ആണ് ബസ്വാഡ വിൽസണ് കൊടുത്ത മാക്സസെ അവാർഡ്. ഇന്റലക്ച്വൽ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ബസ്വാഡ വിൽസണ് കൊടുത്ത മാക്സസെ അവാർഡ്. ഇനി ഇതും നരേന്ദ്രമോദിയും തമ്മിൽ എന്താണ് ബന്ധം? അടുത്ത പാരഗ്രാഫ്. ബന്ധമുണ്ട്. മോഡിയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് സ്വച്ഛ ഭാരത് അഭിയാൻ. അതിന്റെ ഭാഗമായി കോടിക്കണക്കിന് ടോയ്ലറ്റുകളെ, കക്കൂസുകളെ ഇന്ത്യയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ 80% പണികളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. 2019 ഇലക്ഷന് മുമ്പ് 100% തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് നടന്നു കഴിഞ്ഞാൽ ഭാഷാ സിംഗിനും ബസ്വാഡ വിൽസണും പോൾ ദിവാകരനുമെല്ലാം സഫായി കർമ്മചാരി ആന്തോളൻ പൂട്ടി വീട്ടിലിരിക്കേണ്ടി വരും. വാൽമീകി സമുദായം മതം മാറുകയില്ല. വാൽമീകി മഹർഷിയുടെ സന്തതി പരമ്പരകൾ രാമായണം പാടി നടക്കും. സുവിശേഷം ഏൽക്കാതെയാകും. അതിലുള്ള ദേഷ്യമാണ് ഭാഷാ സിംഗ് അബുദാബിയിൽ വെച്ച് പറഞ്ഞത്. UN സംഘം സ്വച്ഛ ഭാരത് അഭിയാന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ അതിന്റെ തലവനെ തെറ്റിദ്ധരിപ്പിച്ച് പരിപാടിയുടെ ഫണ്ടിംഗ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചവളാണ് ഭാഷാ സിംഗ് എന്ന പത്രപ്രവർത്തക. സ്വച്ഛ ഭാരതിനെ പറ്റി വയർ എന്ന ഓൺലൈൻ മാഗസിൻ അവരെഴുതിയത് മാത്രം വായിച്ചാൽ മതി. ഇവരുടെ ഗൂഢോദ്ദേശവും മനസ്സിലിരിപ്പും എന്താണെന്ന് മനസ്സിലാവും. ദളിതരുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. അതിന്റെ പേരില് ദളിതരെ മതം മാറ്റുക, ഫോറിൻ ഫണ്ട് വാങ്ങി ജീവിക്കുക, സുഖിക്കുക, വിദേശയാത്ര നടത്തുക, വിദേശത്ത് സ്വന്തം രാജ്യത്തെ താറടിച്ച് കാണിക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യം. ബ്രേക്കിംഗ് ഇന്ത്യ എന്ന ആ പരിപാടിയുടെ മുഖ്യധാരയിൽ വരുന്ന സ്ത്രീ കൂടിയാണ് ഭാഷാ സിംഗ്. പേര് കേട്ടാൽ ഹിന്ദു ആണെന്ന് തോന്നും. ഹിന്ദു അല്ല. ഹിന്ദു ആണെന്ന് തോന്നിക്കേണ്ടത് ഇവരുടെയൊക്കെ ആവശ്യവുമാണ് എന്നറിയാൻ സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.